CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ 9 മണിക്കൂറോളം ചോദ്യം ചെയ്ത് ഇ.ഡി. രാത്രി 8 മണിയോടുകൂടിയാണ് വീണ ടി മടങ്ങിയത്. ഭർത്താവും MLA-യുമായ PA മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ എത്തിയത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിലെ ED അന്വേഷണത്തിലാണ് അതിനിർണായക ചോദ്യം ചെയ്യൽ നടന്നത്. രാവിലെ 10:30 ED ആസ്ഥാനത്തെത്തിയ വീണ ടി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് രാത്രി 8 മണിയോടെ. ED ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എത്തിയില്ല. ശേഷം ഭർത്താവും MLA-യുമായ PA മുഹമ്മദ് റിയാസിനൊപ്പം ഇന്ന് ഹാജരാവുകയായിരുന്നു. SFIO റിപ്പോർട്ടിന്റെ വിവരങ്ങളും റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. 2016 മുതൽ 2020-21 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപ കരിമണൽ കമ്പനിയായ CMRL IT സേവനങ്ങൾക്കെന്ന പേരിൽ എക്സാലോജിക്കിന് നൽകിയിട്ടുണ്ട്. എന്നാൽ എക്സാലോജിക് CMRL-ന് വേണ്ടി പ്രത്യേക സേവനങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ആദ്യം അന്വേഷണം നടത്തിയ SFIO കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലായി CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത, ജയ എസ് കർത്ത, മകൾ ഷിബി എസ് കർത്ത എന്നിവരെ ED ചോദ്യം ചെയ്തിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.